സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സിപിഎമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബിജെപിക്ക് സഹായകമാകുന്നു എന്നും സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു. ഇതിന് വലിയ പ്രഹരമാണ് സിപിഎമ്മിന് കിട്ടിയതെന്നും ചന്ദ്രിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നു. സൂര്യ, അടുത്തിടെ ഒരുപക്ഷെ സിപിഎമ്മിനെതിരെ മുസ്ലിം ലീഗിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ പരാമർശം അടുത്തിടെയൊന്നും മുസ്ലിം ലീഗ് കാര്യമായി സിപിഎമ്മിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അതും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ്? ലക്ഷ്മി, സിപിഎമ്മിന് ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് പാർട്ടി മുഖപത്രത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്നത്. അതായത് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. സിപിഎം ഇടത് സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് നിർത്തിയപ്പോൾ ആലോചിച്ചിരുന്നതായി പറയുന്നു. അതായത് സമസ്ത വോട്ടുകൾ സിപിഎമ്മിന് ലഭിക്കുന്നതായി ആലോചിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് സമസ്തയും തമ്മിൽ പണ്ട് മുതലേയുള്ളൊരു പ്രശ്നങ്ങൾ, ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും സമസ്തയിലെ വോട്ടുകൾ ചോർന്നിട്ടില്ല. അതുതന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴക്കാൻ സിപിഎം ശ്രമിച്ചു. അതിന് സിപിഎമ്മിന് മലപ്പുറത്ത് നിന്നും പൊന്നാനിയിൽ നിന്നും മറുപടി ലഭിച്ചതായി പറയുന്നു. സിപിഎം അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടത്തിയിരുന്നു. എന്നാൽ അതൊക്കെ മുസ്ലിം വോട്ടുകൾ ശേഖരിക്കാനായുള്ള സംഭവങ്ങളായാണ് സാദിഖ് അലി തങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പണ്ട് സദ്ദാം ഹുസൈന്റെ പേരിൽ വോട്ട് പിടിച്ചതുപോലെ തന്നെ ഇപ്പോൾ പലസ്തീന്റെ പേരിൽ വോട്ട് പിടിക്കാൻ സിപിഎം ശ്രമിച്ചു. എന്നാൽ അതൊന്നും വില പോയില്ല. ഈ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ കോഴിക്കോട് കരീംക പ്രയോഗങ്ങൾ എല്ലാം തന്നെ സിപിഎം മുസ്ലിം വോട്ടുകൾ ശേഖരിക്കാനായി കാണിച്ചു കൂട്ടിയ കളികളാണെന്ന് പറയുന്നു. അത്തരത്തിൽ സിപിഎം മുന്നോട്ട് പോയപ്പോൾ അത് ബിജെപിക്ക് വോട്ടുകളായി ഗുണകരമായി മാറിയെന്നും സാദിഖ് അലി തങ്ങൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു. പിന്നെ സിപിഎം പറഞ്ഞൊരു കാര്യമാണ്, സിപിഎം ഇല്ലെങ്കിൽ, അതായത് ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരായി മാറുമെന്ന്. അത് ഒരു തമാശയായി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. സിപിഎമ്മിനെതിരെ വലിയ രീതിയിലുള്ള താക്കീതാണ് സാദിഖ് അലി തങ്ങൾ ഈ ഒരു മുഖപത്രത്തിലൂടെ പറയുന്നത്. ലക്ഷ്മി, സൂര്യ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്രയധികമൊന്നും ഒരു സിപിഎം വിമർശനം അടുത്ത കാലത്തൊന്നും മുസ്ലിം ലീഗ് നടത്തുന്നുണ്ടായിരുന്നില്ല. വടകരയാണോ ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും കൃത്യമായി ഒരു വിഭജനം ഇവർക്കിടയിൽ കൊണ്ടുവന്നത്? അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് തന്നെ എത്തിച്ചത് വടകരയിലെ പ്രചാരണങ്ങളും അവിടുത്തെ വിവാദങ്ങളും കൂടിയാണ് എന്ന് ചേർത്ത് വായിക്കാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? ലക്ഷ്മി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് ഈ യൂത്ത് ലീഗ് നേതാവാണ് ഇത്തരത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു സിപിഎം സൈബർ ഇടങ്ങൾ അടക്കം പറഞ്ഞത്. മുൻ MLA ആയ KK ലതിക അടക്കം ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം പോലീസ് അത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ഇത് ലീഗുമായി യാതൊരു ബന്ധമില്ല, UDFന് ഇതിന് പിന്നിൽ യാതൊരു ബന്ധമില്ല എന്ന്. തുടർന്നാണ് ഇന്ന് ഈ ചന്ദ്രികയുടെ ഈ പത്രത്തിലൂടെ സാദിഖ് അലി തങ്ങൾ ഇത്തരത്തിലൊരു വിമർശനം സിപിഎമ്മിനെതിരെ ഉന്നയിക്കുന്നത്. അതിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടും പരാമർശമായി പറയുന്നു. അതായത് മുസ്ലിം വോട്ടുകൾ സിപിഎം ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സിപിഎമ്മിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റ് മാത്രമായി ബാക്കി നിന്നത്. അതായത് മുസ്ലിം വോട്ടുകൾ ഒന്നും തന്നെ സിപിഎമ്മിന് ലഭിച്ചിട്ടില്ല. അതിന്റെ ഉദാഹരണമാണ് മലപ്പുറവും പൊന്നാനിയും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും അതിന് തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് ഈ ഒരു മുഖപത്രത്തിൽ പറയുന്നത്. ലക്ഷ്മി, കടുത്ത രാഷ്ട്രീയ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിപിഎമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ ബിജെപിക്ക് സഹായകമാകുന്നുവെന്നും സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ചന്ദ്രിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്.